ഇപ്പോൾ പി വി കുട്ടൻ കൂടിയുണ്ട്. പി വി കുട്ടൻ, നിലമ്പൂർ നഗരസഭയിലെ വിവരങ്ങൾ നൽകാൻ, വോട്ടിങ്ങിന്റെ വിവരങ്ങളൊക്കെ നൽകാനാണ് ചേരുന്നത്. പി വി കുട്ടൻ, 30 മിനിറ്റ് മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. എങ്ങനെയാണ് പൊതുവിൽ നഗരമേഖല പോളിംഗിനെ കാണുന്നത്? അസിത, നഗരമേഖലയിൽ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള സമയങ്ങളിൽ നല്ല പോളിംഗ് നടന്നിരുന്നു. ഇപ്പോൾ വോട്ടിംഗ് അവസാനിക്കാനാവുന്ന ഘട്ടത്തിന് അരമണിക്കൂർ മാത്രമാണുള്ളത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ നഗരസഭക്കകത്തുള്ള 177, 178 നമ്പർ ബൂത്തുകളാണ്. GM മോഡൽ UP സ്കൂളിൻ്റെ ബൂത്തുകളാണ്. രാവിലെയും ഉച്ചക്കൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആരും വോട്ട് ചെയ്യാൻ ആരുമില്ലാത്തൊരു സ്ഥിതിയാണ്. ഇനി ആരെങ്കിലും വന്നാലായി എന്നുള്ളതാണ് ഇവിടുത്തെ പോളിംഗ് ഏജൻറ്റുമാരൊക്കെ പറയുന്നത്. ഈ 177 നമ്പർ ബൂത്തിൽ ആകെ 941 വോട്ടുകളാണുള്ളത്. അതിനകത്ത് 74% വോട്ടുകളും നിലവിൽ പോൾ ചെയ്ത് കഴിഞ്ഞു. 178 നമ്പർ ബൂത്തിൽ ആകെ 663 വോട്ടുകളാണ്. അത് 75% പോൾ ചെയ്തു. അതായത് 478 വോട്ടുകൾ പോൾ ചെയ്തു. ഇതിൻ്റെ ഒരു സവിശേഷത എന്നുള്ളത് ഇവിടെയുള്ള പോളിംഗ് ഏജൻറ്റുമാരൊക്കെ പറയുന്നത് ഇത്തരത്തിലൊരു പോളിംഗ് ഉണ്ടാകാറില്ല. സാധാരണ ഒരു 65 അല്ലെങ്കിൽ 70-നിടയിൽ മാത്രമാണ് ഈ ബൂത്തുകളിലൊക്കെ പോളിംഗ് ഉണ്ടാകാറ്. അപ്പോൾ സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ളൊരു വീറും വാശിയും നഗരമേഖലയിലും നന്നായി സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. കാരണം എന്തായാലും പോളിങ്ങിനകത്ത് ഒരു 5%-ൻ്റെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ട്. ഇനിയും അരമണിക്കൂറുണ്ട്. അതിനിടയിൽ കുറച്ച് പേർ കൂടി വന്നേക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 5 മണിയാകുമ്പോഴേക്കും ഔദ്യോഗിക കണക്ക് പ്രകാരം ഏതാണ്ട് 61% പക്ഷേ അത് 65% പോളിംഗ് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ സമയത്തൊരു കണക്കെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ വർഷമല്ല, 2021 അവസാന തെരഞ്ഞെടുപ്പിനകത്ത് 5 മണിയാകുമ്പോൾ 64.66% പോളിംഗ്. അപ്പോൾ പോളിങ്ങിനകത്ത് ഇപ്പോൾ വർധനവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇനി അരമണിക്കൂർ കൂടിയാണുള്ളത്. സാധാരണ ഈ ബൈ ഇലക്ഷൻ ആയാലും സാധാ ഇലക്ഷൻ ആയാലും ഒക്കെ ഗ്രാമങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ വോട്ടിംഗ് സമയം കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാലും വോട്ടർമാരുടെ നീണ്ട നിര കാണാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു നിര കാണുന്നില്ല. പരമാവധി വോട്ടൊക്കെ നേരത്തെ തന്നെ വോട്ടർമാർ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണികൾ അവരുടെ വോട്ടർമാരെ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം കനത്ത മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ പുലർച്ചെ ഈ പോളിംഗ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ ഇടതടവില്ലാതെ പല മേഖലകളിലും മഴ പെയ്തിരുന്നു. അതൊരു ആദ്യഘട്ടത്തിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആശങ്കയൊക്കെ മറികടന്നുകൊണ്ട് ആൾക്കാർ വ്യാപകമായ രീതിയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്നു. അസിത, ശരി. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം സാഹചര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുകയാണ് എന്ന് വേണം കരുതാൻ. കുട്ടൻ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ഇപ്പോൾ 2021 അപേക്ഷിച്ച് ഈ 5 മണിക്ക് വന്ന ഔദ്യോഗിക കണക്ക് പ്രകാരം നേരിയ തോതിൽ കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പോളിംഗ് എന്നുള്ളതാണ് നഗരസഭയിലെ ഒരു രീതി. പക്ഷേ മറ്റിടങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്പം മുമ്പ് നമ്മുടെ മറ്റ് പ്രതിനിധികളൊക്കെ പറയുന്നുണ്ടായിരുന്നു, പൊതു തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അത്ര കൊണ്ടൊരു വലിയ പെർസെൻറ്റേജിലേക്ക് സാധാരണ നിലയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരാറില്ല. നിലമ്പൂരിലെ ഒരു പൊതുചിത്രം അതാണെങ്കിൽ പോലും നഗരമേഖല അല്പം കൂടി ആവേശത്തോടെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ സമീപിച്ചു എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അല്ലേ കുട്ടൻ? അസിത, ഞാൻ പറഞ്ഞത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ മൊത്തം കാര്യമാണ്. നഗരസഭയിലെ ചില ബൂത്തുകളുടെ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്നുള്ള ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ മൊത്തം, അതായത് ഈ നഗരസഭയും മറ്റ് 7 പഞ്ചായത്തുകളും. ഞാനത് നഗരസഭയിലെ മാത്രം കണക്കാണ് എന്ന് കരുതി, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ശരിയാ, നഗരസഭയിലെ അതൊന്ന് വിശദീകരിക്കൂ കുട്ടൻ. നഗരസഭയിലെ മാത്രം ചിത്രം എങ്ങനെയാണ്? നഗരസഭയിലെ ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരമാവധി വോട്ടുകളൊക്കെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ഈ പോയ സ്കൂളുകൾക്കകത്തൊക്കെ നമ്മൾ കണ്ടത്, ഈ പോളിംഗ് ബൂത്തുകൾക്കകത്തൊക്കെ നമ്മൾ കണ്ടത്, ആ പോയ സമയത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ആകെ വോട്ട് അതോടൊപ്പം തന്നെ പോൾ ചെയ്ത വോട്ട് എന്നുള്ള കണക്കെടുത്തപ്പോൾ വ്യാപകമായ രീതിയിലുള്ള പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് പൊതുവിൽ നഗരസഭയിൽ ഒരു വലിയ പോളിംഗ് ശതമാനം, സാമാന്യ തരക്കേടില്ലാത്തൊരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയൊരു വർധനവ് ഉണ്ടാകുമോ അല്ലെങ്കിൽ നേരിയ വർധനവായിരിക്കുമോ എന്നുള്ളത് നമുക്കൊരു 6 മണി 7 മണിക്ക് ശേഷം ഇതൊരു സ്പ്ലിറ്റ് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിലും വലിയ ആവേശം ഈ നഗരസഭയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉള്ള ഒരു നഗരസഭയാണ്. CPIM-ന് നല്ല സംഘടനാ സംവിധാനമുള്ള ഒരു നിരവധി കൗൺസിലർമാരുള്ള വ്യക്തമായ ഭൂരിപക്ഷമുള്ളൊരു മേഖലയാണ്. ഇവിടങ്ങളിൽ LDF-ൻ്റെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ശ്രമം നടന്നിരുന്നു. പരമാവധി വോട്ടുകൾ പോൾ ചെയ്തു എന്നുള്ളതാണ് LDF-ൻ്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ UDF-ഉം വാശിയേറിയ മത്സരമായതുകൊണ്ട് തന്നെ UDF-ഉം അത്തരത്തിൽ തങ്ങളുടെ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ശരി കുട്ടൻ, ഇപ്പോൾ കാണുന്നത് ചുങ്കത്തറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചുങ്കത്തറയിലെ 150, 151 ബൂത്തുകളിലാണ് ഇപ്പോൾ M സ്വരാജ് LDF സ്ഥാനാർത്ഥി. അദ്ദേഹം എത്തി സാഹചര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി മടങ്ങുകയാണ്. എന്തായാലും ആ ബൂത്തുകളിലൊന്നും നമ്മൾ ആരുടെയും ക്യൂ കാണുന്നില്ല. ഏതാണ്ട് ആളുകളൊക്കെ പൂർണ്ണമായും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുൻപ് തന്നെ എന്ന് വേണം കരുതാൻ. സ്ഥാനാർത്ഥി എന്തായാലും LDF സ്ഥാനാർത്ഥി സാഹചര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി മടങ്ങുക കൂടിയാണ്.